എത്രമാത്രം നമ്മളുടെ പ്രതീക്ഷകൾ ഉയരത്തിലേക്ക് പോകുന്നു ആ വീഴ്ച അത്ര വലിയ ആഘാതം ഉണ്ടാക്കുന്നതായിരിക്കും. ആ ആഘാതമാണ് എന്നെ ബാധിച്ചത്. അത് നിരാകരിക്കപ്പെടുന്നു എന്നുള്ളൊരവസ്ഥ എന്നെ തകർത്ത് കളഞ്ഞു. സിനിമ വേണ്ട, ഇനി സിനിമ ചെയ്യേണ്ട. കാരണം എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. കാരണം ഞാൻ ശരിയെന്ന് വിചാരിച്ചതെല്ലാം ശരിയല്ല എന്നൊരു സമൂഹം പറയുകയാണ്. ഞാൻ പിന്നീടൊരു സതയം പോലെയോ അല്ലെങ്കിൽ തനിയാവർത്തനം പോലെയുള്ള ഒരു ഹെവി സബ്ജക്റ്റൊന്നും ചെയ്യാൻ എനിക്ക് പ്രാപ്തി കോൺഫിഡൻസ് തോന്നാത്തൊരു സമയമായിരുന്നു അത്. പിന്നെ ഈ സിനിമയുടെ പ്രേക്ഷകരല്ലായിരുന്നു അന്ന് ആ സിനിമ കാണാൻ വന്നത് എന്നുള്ളതാണ്. നമുക്കിത് മുൻകൂട്ടി ഈ സിനിമ ഇങ്ങനെയൊക്കെ ആണ് എന്ന് പ്രേക്ഷകരിലേക്ക് സംവദിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുറേയൊക്കെ അങ്ങനെ അമിത പ്രതീക്ഷയോടെ ആൾക്കാർ വരില്ലായിരുന്നു. ഈ ദേവദൂതൻ എന്ന് പറയുന്ന പേര് തന്നെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. കാരണം എന്തോ ഒരു വലിയ ഒരു സൂപ്പർ ഹീറോ ഇമേജുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കാം. വാസ്തവത്തിൽ സിബിയുടെ ഡിപ്രഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് സിബി ഇങ്ങനെ ഒരു മനോതലത്തിൽ നിന്നാണ് സഞ്ചരിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു വാസ്തവത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത തെറ്റാണ്. എനിക്ക് സിബിയെ നേരത്തെ കാണണമായിരുന്നു. ഇതിനൊരു പരാജയ സിനിമയായിട്ട് ഞാൻ ഇന്നും സങ്കല്പിച്ചിട്ടില്ല, അന്നും സങ്കല്പിച്ചിട്ടില്ല. ഒരു കലാസൃഷ്ടിയുടെയും പരാജയം ഫിനാൻഷ്യൽ ബേസ്ഡായിട്ടല്ല. അങ്ങനെ ഒരു കലാസൃഷ്ടിയും പരാജയപ്പെടില്ല. സിബി ചെയ്ത ഏറ്റവും നല്ല സിനിമകളിലൊന്നാണിത് ദേവദൂതൻ. ഞാൻ എഴുതിയ സിനിമകളിലെ ഏറ്റവും ഉദാത്തമായ സിനിമകളിലൊന്നാണ് ദേവദൂതൻ. ഇതിൻ്റെ ഈ പടത്തിന് എന്തോ എനിക്കറിയില്ല, എന്തോ ഒരു പവർ കിട്ടുന്നത്. ഡിജിറ്റലിലേക്ക് ട്രാൻസാക്ഷൻ മുമ്പെടുത്ത സിനിമയാണ്. അത് നമ്മൾക്കിപ്പോൾ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയല്ലേ, ഇവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ സംഗതിയല്ലേ. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. നമസ്കാരം, ശ്രീ സിബി മലയിൽ രഘുനാഥ് പാലേരി സാർ. ഈ ഒരു പടം 2000 റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക സംവിധായകനും അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ ടെൻഷൻ ആയിരിക്കും പ്രൊഡ്യൂസർക്ക്. അപ്പം താങ്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു ടെൻഷൻ ആയിരിക്കില്ല, ഒരു പക്ഷേ അതിൽ കോൺഫിഡൻസ് ആയിരിക്കും. കാര്യം ഇൻഡസ്ട്രിയിലെ എല്ലാ ലെജൻസും താങ്കളുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ മലയാളം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ടെക്നോളജി, അതുപോലെ തന്നെ ക്യാമറയിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും ഒപ്പമുണ്ട്, ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു കോൺഫിഡൻസ് ആയിരിക്കും പടം ഹിറ്റ് ആകും, അല്ലെന്നുണ്ടെങ്കിൽ അത്ര അധികം ഒരു ഓവർ കോൺഫിഡൻസ് എന്നൊരു ലെവലിലേക്ക് ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ താങ്കൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരുന്നു അത്, വേണ്ട രീതിയിൽ പ്രേക്ഷകർ അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു ശരിക്കും ആ ഒരു പടം റിലീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തലേ ദിവസം താങ്കൾ അനുഭവിച്ച ഒരു സാഹചര്യം? ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് സാധാരണ മെഡ്രാസിലൊക്കെ അന്നത്തെ കാലത്ത് ഒരു ശീലമുള്ളത്, നമ്മൾ അവിടുത്തെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ സിനിമ പ്രീമിയർ ഷോ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും അത് കാണുകയും എല്ലാവരും പടം കണ്ടിട്ട് ഗംഭീരമായ അഭിപ്രായങ്ങൾ പറയുകയും ഇങ്ങനൊരു സിനിമ ഇതിനു നമുക്ക് കാണാൻ ഉണ്ടായിട്ടില്ല മലയാളത്തിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വളരെ എക്സ്ട്രാordinary ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വിശ്വസിക്കുകയും അത് നമ്മുടെ ഉള്ളിൽ അത് ശരിയാണെന്നറിയാം, അത് അംഗീകരിക്കപ്പെടുകയാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ റിലീസിൻ്റെ ദിവസം ഞാൻ ചെന്നൈയിൽ എൻ്റെ വീട്ടിൽ രാവിലെ ഉണരുന്നത് തന്നെ. പക്ഷേ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു 3 മണിയോടുകൂടി ഇതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ ഇല്ലാതായി പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ എത്രമാത്രം നമ്മളുടെ പ്രതീക്ഷകൾ ഉയരത്തിലേക്ക് പോകുന്നു ആ വീഴ്ച അത്ര വലിയ ആഘാതം ഉണ്ടാക്കുന്നതായിരിക്കും. ആ ആഘാതമാണ് എന്നെ ബാധിച്ചത്. എന്തായിരുന്നു അതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ, ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് കടന്നു പോയിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ അന്ന് ആ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ചോളം ഒരു ഇരുണ്ട ഓർമ്മകളാണ്. കാരണം എന്നെക്കൊണ്ടൊന്നിനും ഇനി പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം ഇതൊക്കെ ഞാൻ ഈ സിനിമയുടെ പരാജയം എന്നെ ബാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ സിനിമ ഞാൻ സ്വപ്നം കണ്ട് തുടങ്ങിയിട്ട് 18 വർഷമായിരുന്നു. ആദ്യത്തെ സിനിമയായിട്ട് കണ്ട സ്വപ്നങ്ങളാണല്ലോ. അത് ഈ 18 വർഷവും ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാര്യം ഒരു ഷോയിൽ ഇല്ല, അത് തെറ്റായിരുന്നു എന്ന് അല്ലെങ്കിൽ അത് നിരാകരിക്കപ്പെടുന്നു എന്നുള്ളൊരവസ്ഥ എന്നെ തകർത്ത് കളഞ്ഞു. അത് ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് സമയമെടുത്തു. സിനിമ വേണ്ട, ഇനി സിനിമ ചെയ്യേണ്ട. കാരണം എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. കാരണം ഞാൻ ശരിയെന്ന് വിചാരിച്ചതെല്ലാം ശരിയല്ല എന്നൊരു സമൂഹം പറയുകയാണ്. അപ്പോൾ പിന്നെ ഇനി അവരുടെ മുമ്പിലേക്ക് എനിക്ക് കൊണ്ടുചെല്ലാൻ ഒന്നുമില്ല ഒരു സിനിമ എന്ന് പറയുന്നത്. ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ മുന്നോട്ട് കൊണ്ടുവച്ച ഒരു സാധനം പരിപൂർണമായും നിരാകരിക്കപ്പെടുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് അവർക്ക് നൽകാനുള്ളതെന്നുള്ള ചിന്തയാണ് എന്നെ ഇല്ലാതാക്കി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാതാവിന് സംഭവിച്ച വലിയ സാമ്പത്തികമായ ഒരു ഡിസാസ്റ്ററുണ്ട്.
അത് ഡിസാസ്റ്റർ എന്ന് തന്നെ പറയണം. കാരണം അത്രയും കാലം വരെ മലയാള സിനിമയിൽ അദ്ദേഹം ആദ്യകാലത്ത് 85 ഞാനും 87 എൻ്റെ ആദ്യ ചിത്രം ചെയ്യുന്നത്. അതേ വർഷം തന്നെയാണ് സിയാദിൻ്റെ ആദ്യ സിനിമ ചെയ്തത് കൂടും തേടി. അന്ന് തൊട്ട് ഇൻഡസ്ട്രിയിൽ വലിയ സക്സസ്സുകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡ്യൂസർ ഈ ഒരു സിനിമയിൽ വന്ന് വലിയൊരു ഡിസാസ്റ്ററിലേക്ക്, അദ്ദേഹം അതുവരെയും സിനിമയിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം ഈ ഒറ്റ സിനിമയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അതും എന്നെ ബാധിച്ചു. അതിനെനിക്ക് പരോക്ഷമായെങ്കിലും എനിക്കത് ഉത്തരവാദിത്വമുണ്ടെന്നുള്ളൊരു ബോധം എൻ്റെ കയ്യിലുണ്ട്, ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇതെല്ലാമാണ് എന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞത്. പിന്നീട് ഒരു വർഷത്തോളം കഴിഞ്ഞ് ഞാനൊരു സിനിമയിലേക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്താൻ പിന്നീട് ചെയ്ത് വളരെ ലൈറ്ററായിട്ട്, വളരെ ഒരു ലൈറ്റർ ഹ്യൂമറായിട്ടുള്ളൊരു പടമാണ്, ഒരു ഫീൽ ഗുഡ് മൂവി, ഇഷ്ടമാണ്. ആ ഇഷ്ടം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഒരു ലൈറ്റ്നെസ്സാണ് എനിക്ക് ഞാൻ പിന്നീട് ഒരു സതയം പോലെയോ അല്ലെങ്കിൽ തനിയാവർത്തനം പോലെയുള്ള ഒരു ഹെവി സബ്ജക്റ്റ് ഒന്നും ചെയ്യാൻ എനിക്ക് പ്രാപ്തി കോൺഫിഡൻസ് തോന്നാത്തൊരു സമയമായിരുന്നു. അത്രയും വലിയൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമയൊന്നും ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് എനിക്ക് അത് പോട്ടെ, എന്നെ സംബന്ധിച്ചോളം വലിയൊരു സ്ട്രെസ്സ് നൽകുന്ന ഒരു പ്രോജക്റ്റ് അല്ല, അതെനിക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ ആ സിനിമയുടെ ഒരു കണ്ടൻറ്റും വളരെ ഒരു രസകരമായ ഒരു കഥയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരിച്ചു വന്നത്. പക്ഷേ അപ്പോഴും നമ്മളെ ബാധിച്ചിരുന്ന വീഴ്ച, പ്രത്യേകിച്ചും പ്രൊഡ്യൂസറുടെ സെറ്റ് ബാക്സൊക്കെ അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ഇദ്ദേഹത്തിന് കൊടുക്കണമെന്നുള്ളൊരു നിബന്ധന എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, ഇഷ്ടത്തിൻ്റെ. സിയാദ് കോക്കർ തന്നെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. എന്തെങ്കിലും നമ്മളാലാവുന്ന ഒരു തിരിച്ച് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണമെന്നുള്ളതുണ്ടായിരുന്നു. പതുക്കെ ഞങ്ങൾ അതിൽ നിന്നും പുറത്തേക്ക് വരികയും പിന്നെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് സിനിമ തുടരുകയും ചെയ്തു. അപ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ തിരിച്ചുള്ള ആ കോൺഫിഡൻസിലേക്ക് തിരിച്ചു വരുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഇതെന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഷയിൽ ഈ പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ഇത് ഞങ്ങൾ ആദ്യം കൺസീവ് ചെയ്ത് 1982-83 കാലഘട്ടത്തിൽ എൻ്റെ ആദ്യ സിനിമയ്ക്കായിട്ട് ഞങ്ങൾ എഴുതിയ ആ തിരക്കഥ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളതാണ്. അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഷയിൽ, കാരണം ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്, ലോകത്ത് എവിടെയുമുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന, തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കഥയാണിത്. അപ്പോൾ അത്തരത്തിൽ ഒരു വേർഷനിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ഈ സിനിമയല്ല, അതിൻ്റെ ഒരു പുതിയ റീമേക്ക് വേർഷൻ, ആദ്യമായിട്ട് കൺസീവ് ചെയ്ത കഥ, അത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെയാണ് ആരെയാണ് അപ്രോച്ച് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു മറ്റൊരു ഭാഷയിലേക്ക് ചെല്ലുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ അപ്രതീക്ഷിതമാണ് ഈ ഒരു റിലീസ് എന്ന് പറയുന്നത്. ഒരു അപ്രതീക്ഷിതമായ പെട്ടെന്നുണ്ടായത്, ഒരു 4-5 മാസങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നൊരു കാര്യമാണ്. അത് വളരെ സന്തോഷം നൽകുന്ന കാര്യം, ഒരു റീബർത്തും. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും, ഇതിനു മുമ്പ് ഒരു സിനിമ മാത്രമാണ് ഈ റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങിയിട്ടുള്ളത്, അത് സ്ഫടികമാണ്. അത് വലിയ വിജയം നേടിയൊരു സിനിമ, തിയേറ്ററുകളിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട് ആഘോഷിച്ചൊരു സിനിമയാണ് സ്ഫടികം. അത് റിലീസ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്, പ്രേക്ഷകർ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സിനിമ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലൊരു സിനിമ, തിയേറ്ററിൽ അമ്പേ പരാജയപ്പെട്ടു പോയൊരു സിനിമയ്ക്ക് വീണ്ടും കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ സിനിമ ഉണ്ടായ കാലത്ത് ജനിച്ചിട്ടില്ലാത്തൊരു തലമുറ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകൾ ആണ് ഇതിലേക്ക് നമ്മളെ നയിച്ചത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇന്നൊരു പ്രേക്ഷകരുണ്ടായിരിക്കുന്നു, ഈ സിനിമ സംഭവിക്കേണ്ടത് ഇപ്പോഴായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ട്. അത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, അത് തിയേറ്റർ 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രതികരണം എന്നുള്ളത് നമ്മളും കുറച്ചൊക്കെ ആശങ്കയോടുകൂടിയും വലിയ പ്രതീക്ഷയോടും കൂടി തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഇംഗ്ലീഷിലൊരു സേ ഉണ്ട്, അതായത് വെൻ ഇറ്റ് റെയിൻ ഇറ്റ് പോസ്. അതായത് ഒരു മോശം കാര്യം സംഭവിക്കുമ്പോൾ പിന്നീട് സംഭവിക്കുന്നതെല്ലാം, തുടർച്ചയായിട്ട് സംഭവിക്കുന്നതെല്ലാം മോശം കാര്യങ്ങളായിരിക്കും. അപ്പം എത്ര നാളെടുത്തു ശരിക്കും സാറിന് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ഒരു താൽക്കാലികമായ ഒരു വിടുതൽ അതിൽ നിന്നുണ്ടായത് 1 വർഷത്തോളം പോയിട്ടാണ്. പക്ഷെ അതെപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പോഴും ഉണ്ട്. ഇത് എന്താണത് സംഭവിച്ചത്, എന്തുകൊണ്ടാണത് തള്ളിക്കളയപ്പെട്ടത്, അത് എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നു.
ഇപ്പോൾ ഈ സിനിമ ഇവിടെ വരുമ്പോൾ ഇനി ഇത് തിയേറ്ററിൽ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആഗ്രഹത്തെയാണ് നമ്മളിപ്പോൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. വലിയ പ്രതീക്ഷയുണ്ട്. ഒപ്പം ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ ചെറിയ ഭയമുണ്ട്. ഈ പറഞ്ഞ 1 വർഷം എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിന് ഈ ഒരു നമ്മളിപ്പോൾ എന്താണെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ വീണ്ടും മാനുഷികമാണ്, നമ്മൾ ചിന്തിച്ച് ഒരുപാട് തവണ ഹൃദയത്തിലൂടെ അതിങ്ങനെ എടുത്ത് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ദേവദൂതനിൽ വേണ്ടായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇത് മാറ്റാമായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ ഈ സിനിമയിൽ? അത് ഈ സിനിമയുടെ ആദ്യ വേർഷനകത്ത് മോഹൻലാൽ വന്നതോടുകൂടി ഞങ്ങൾക്ക് വരുത്തേണ്ടി വന്ന ചില മാറ്റങ്ങളുണ്ട്. അത് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് വന്ന കുഴപ്പങ്ങളല്ല, ഞങ്ങളുടെ ചിന്തകളിലുണ്ടായ തെറ്റായ ചില ധാരണകളാണ്. ഞങ്ങൾ മോഹൻലാലിനെ പറ്റി ഒരു സൂപ്പർ താരം ഇതിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ അഭിനേതാവിൻ്റെ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ് ഇതിനകത്ത് ഉണ്ടാകണമെന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മളെത്തി. കാരണം മോഹൻലാൽ വളരെ സൂപ്പർ ഹ്യൂമൻ കഥാപാത്രങ്ങളെ ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിൽ നരസിംഹം പോലെയുള്ളൊക്കെ സിനിമകൾ ചെയ്ത് നിൽക്കുമ്പോൾ അതിന് തൊട്ടുപിറകെ വരുന്ന ഈ സിനിമ പ്രേക്ഷകർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധകരായ പ്രേക്ഷകർ അത്തരത്തിലുള്ളൊരു ഡയമെൻഷനുള്ളൊരു സിനിമ പ്രതീക്ഷിക്കും. അപ്പം നമ്മുടെ സിനിമയിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ്. ഒരു സൂപ്പർ ഹ്യൂമൻ ആക്ഷൻ ഹീറോ ഒന്നുമല്ല. എങ്കിൽ പോലും അവരുടെ ചില താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ചില എലമെൻറ്റ്സ് അതിനകത്ത് ആഡ് ഓൺ ചെയ്തിരുന്നു. അത് അതിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് തന്നെ ആയിരുന്നു എന്ന് പിന്നെ അന്ന് നമുക്കറിയാമായിരുന്നു. തിയേറ്ററിലെ റിസൾട്ട് നമ്മളെ അത് ശരിവെക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വരുന്ന വേർഷനിലും നമ്മൾ ആ തെറ്റുകളെ തിരുത്തിയിട്ടുണ്ട്. ഇപ്പം താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യം തന്നെ, അതായത് മോഹൻലാലിൻ്റെ നരസിംഹം ഉൾപ്പെടെയുള്ള സിനിമകൾ റിലീസായി ഒരു വലിയൊരു താരപരിവേഷം അല്ലെങ്കിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിവേഷം നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ഇതേ താങ്കൾ തന്നെയാണ് ഈ നമ്മുടെ ആക്ഷൻ ഇതിൽ നിന്നിരുന്ന സുരേഷ് ഗോപിയെ ഈ പറഞ്ഞ നമ്മുടെ സമ്മർ ഇൻ ബെത്ലഹേം ഇതിൽ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അവതരിപ്പിച്ച് വലിയ വിജയമായി ഒരു കൈയിടി നേടുക. സുരേഷ് ഗോപി മാത്രമല്ല സിനിമയുടെ ഒരു പ്രോട്ടഗണിസ്റ്റ് ലെവലിൽ നിന്ന് ജയറാമുണ്ട്. ജയറാം ഈക്വലി അത് ഷെയർ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു, നായക വേഷത്തിലായിരുന്നു. പിന്നെ മഞ്ജു വാര്യർ എന്നും പറയുന്നൊരു എലമെൻ്റ്. മഞ്ജു വാര്യർ അന്ന് വളരെ ഒരു സൂപ്പർ ഒരു മികച്ച അഭിനേത്രി എന്ന നിലയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന നായികയായിട്ട് കടന്നു വന്നവരാണ്. പിന്നെ ആ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ള മ്യൂസിക്കൽ ഒരു ഭയങ്കര എൻ്റർടൈനിങ് എലമെൻ്റ് അതിനകത്തുണ്ടായിരുന്നു. അതിന് അഡീഷണലായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ ഒരു ക്യാമിയോ റോൾ, ഇതെല്ലാം അതിനെ ഹെൽപ്പ് ചെയ്തു. ഇത് ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ അത്ര കളർഫുൾ എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്സ് അതേപോലെ ഇതിനകത്ത് ഉണ്ട്. മ്യൂസിക് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒരു സീരിയസ് അപ്രോച്ച് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. സീരിയസ് എന്ന് വെച്ചാൽ ആ കണ്ടൻറ്റ് അത്ര സീരിയസ് ആണ്. ഒരു വളരെ തീവ്രമായ തീഷ്ണമായ ഒരു പ്രണയകഥയാണെന്ന് പറയുന്നത്. അത് ആ സമയത്ത് ഈ ഒരു താരത്തിൽ നിന്നും ആൾക്കാർ പ്രതീക്ഷിക്കാത്തൊരു സിനിമയായിരുന്നു. അതൊരു ഘടകമാണ്, അത് പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ പ്രേക്ഷകരല്ലായിരുന്നു അന്ന് ആ സിനിമ കാണാൻ വന്നത് എന്നുള്ളതാണ്. നമുക്കിത് മുൻകൂട്ടി ഈ സിനിമ ഇങ്ങനെയൊക്കെ ആണ് എന്ന് പ്രേക്ഷകരിലേക്ക് സംവദിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുറേയൊക്കെ അങ്ങനെ അമിത പ്രതീക്ഷയോടെ ആൾക്കാർ വരില്ലായിരുന്നു. ഈ ദേവദൂതൻ എന്ന് പറയുന്ന പേര് തന്നെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. കാരണം എന്തോ ഒരു വലിയ ഒരു സൂപ്പർ ഹീറോ ഇമേജുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം ഇതെന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കാം. അതുകൊണ്ട് പല ഘടകങ്ങളുണ്ട് ആ രീതിയിൽ അതിനെ പിന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങളായിട്ട് നമുക്ക് നോക്കി പിന്നീടും നമ്മൾ തിരിച്ചറിയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ രഘുനാഥ് സാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഘാതം സാറിലും അതുണ്ടാക്കിയിരുന്നു. ഈ ഒരു 2000 വരെ ഭയങ്കരമായ രീതിയിലൊരു ഗ്രാഫിലേക്ക് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇല്ല, എനിക്കങ്ങനെ ഈ പടത്തിൻ്റെ സാമ്പത്തിക പരാജയം എൻ്റെ ഒരു പേഴ്സണൽ ഡിസാസ്റ്ററായിട്ട് എടുത്തിട്ടേ ഇല്ല. വാസ്തവത്തിൽ പിന്നീട് ഡിപ്രഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് സിബി ഇങ്ങനൊരു മനോതലത്തിൽ നിന്നാണ് സഞ്ചരിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വാസ്തവത്തിൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കുറേ തവണ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ സിബിയെ പിന്നെ കാണുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത തെറ്റാണ്. എനിക്ക് സിബിയെ നേരത്തെ കാണണമായിരുന്നു. ഒരുപക്ഷെ എൻ്റെ ഒരു പ്രസൻസ് ചിലപ്പോൾ അവനെ അതൊന്ന് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ അറിയില്ല, എനിക്കറിയേയില്ല.
സിയാദിൻ്റെ സാമ്പത്തിക വിഷമം എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് സിയാദ് സർവൈവ് ചെയ്യുമെന്ന് എനിക്കൊരു ഉൾത്തോന്നലുണ്ടായിരുന്നു. സിയാദ് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇവനും സർവൈവ് ചെയ്ത് വന്നു. അവൻ്റെ പടം അതിനുശേഷം വന്ന പടത്തിലും ആ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയിലൊന്നും ഞാൻ ഒരു തരത്തിലുള്ള വീഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. അതെത്ര മനോഹരമായിട്ട് അവൻ ചെയ്തു. എന്നെ സംബന്ധിച്ചോളം സിബി അത് പിന്നെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടായി ഡിപ്രഷനൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടുകളാണ്, വളർന്ന ചുറ്റുപാടുകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങളുടെ ചുറ്റുപാടുകൾ എല്ലായിരിക്കും. ഒരുപക്ഷെ എന്നെ സർവൈവ് ചെയ്യിച്ചത് എൻ്റെ ചുറ്റുപാടുകളും ഞാൻ വളർന്ന രീതിയും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ഔട്ടർ ഷെല്ലും ഒക്കെ ആയിരിക്കാം. നമുക്കൊരു ഡിഫെൻസീവ് ഒരു ലെയർ എപ്പോഴും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എൻ്റെ ഒരു റൈറ്റിംഗ് ഫെയിലർ എന്ന് പറയുന്ന സംഗതി എന്നെ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഫെയിലർ അല്ലാതെ ഇതിനൊരു പരാജയ സിനിമയായിട്ട് ഞാൻ ഇന്നും സങ്കല്പിച്ചിട്ടില്ല, അന്നും സങ്കല്പിച്ചിട്ടില്ല. ഇതൊരു സക്സസ്ഫുൾ സിനിമ തന്നെയാണ്. കാരണം അതിന് സക്സസ് ആണെന്ന് പറയുന്നതിൻ്റെ തെളിവാണ് പിന്നീട് അതിന് വരുന്ന അത് പൊങ്ങി വരുന്നത്, മുങ്ങിയ സാധനം പിന്നെ പൊങ്ങി വരുന്നത്. പൊങ്ങി വന്നത് മാത്രമല്ല, അത് വളരെയേറെ വികസിച്ച് വരുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ അതിനെപ്പറ്റി പ്രകീർത്തിക്കുമോ? ഒരിക്കലും പ്രകീർത്തിക്കില്ല. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം നമ്മളതിനെ പരാജയം എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാത്തത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. പരാജയം എല്ലാവരും കാണുന്നത് സാമ്പത്തികമായ 10 മുടക്കിയിട്ട് 5 കിട്ടുന്നോ 2 കിട്ടുന്നോ ആണ്, ബാക്കി 8 നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ ടോട്ടലി ഫിനാൻഷ്യലാണ്. ഒരു കലാസൃഷ്ടിയുടെയും പരാജയം ഫിനാൻഷ്യൽ ബേസ്ഡായിട്ടല്ല. അങ്ങനെ ഒരു കലാസൃഷ്ടിയും പരാജയപ്പെടില്ല, അത് യുണീക്കാണെങ്കിൽ. ഇത് യുണീക്കാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. സിബി ചെയ്ത ഏറ്റവും നല്ല സിനിമകളിലൊന്നാണിത് ദേവദൂതൻ. ഞാൻ എഴുതിയ സിനിമകളിലെ ഏറ്റവും ഉദാത്തമായ സിനിമകളിലൊന്നാണ് ദേവദൂതൻ. അതെനിക്ക് എടുത്തു തന്ന ഒരു സംവിധായകനാണ് സിബി. അപ്പം ഇത് പരാജയമല്ല. പിന്നെ പരാജയമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് ഇപ്പോഴിത് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ ഈ പടത്തിന് എന്തോ എനിക്കറിയില്ല, എന്തോ ഒരു പവർ ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും സർവൈവ് ചെയ്യപ്പെടില്ല. ഇതിൻ്റെ സൗണ്ട് ട്രാക്കൊക്കെ മിസ്സാവില്ല. എല്ലാം കിട്ടി, നമ്മൾക്ക് ഇവർക്ക് കിട്ടി. സാധാരണ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതൊരു ടെക്നോളജിയിൽ വേറെ ടെക്നോളജി എടുത്ത ഈ സിനിമയുടെ ഈ ട്രാൻസിഷന് മുൻപെടുത്ത സിനിമയാണത്. ഡിജിറ്റലിലേക്ക് ട്രാൻസിഷൻ മുമ്പെടുത്ത സിനിമയാണത്. അത് നമ്മൾക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയല്ലേ? ഇവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ സംഗതിയല്ലേ? അതെങ്ങനെ സാധിക്കുന്നു? അതിന് സാധിക്കുന്നു. ഇതിൽ തന്നെ പറയുന്ന സംഭാഷണമാണ് അതെങ്ങനെ നടക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ല. അങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇതിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഈസ് കമ്മിങ് ടു എ ട്രൂ പോയിന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ഫിലിം. സിബി സാർ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഡിജിറ്റൽ മീഡിയയിൽ ഇൻ്റർവ്യൂസും അല്ലെങ്കിലൊക്കെ ആയിട്ട് നിറഞ്ഞു നിന്നിട്ടുണ്ട്. പക്ഷേ രഘുനാഥ് സാറിലേക്ക് വരുമ്പം കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അതായത് ഈ പറഞ്ഞ അധികം വലിയ ഇൻ്റർവ്യൂകളിലേക്കൊന്നും വന്നിട്ടില്ല, ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിഗറിലേക്ക് വന്നിട്ടില്ല. പൂർണ്ണമായിട്ട് ഒതുങ്ങി കുടുംബമായിട്ട്, അതുപോലെ തന്നെ കൊച്ചുമക്കളായിട്ട്, കൃഷിയൊക്കെ ആയിട്ട് സാറിൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിസർവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അധികം വലിയൊരു പബ്ലിസിറ്റിയിലേക്ക് പോകാതെ ജീവിക്കാൻ സ്വയമായിട്ട് തീരുമാനിച്ചതാണോ അതോ? ഇല്ല, ഞാനങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തില്ല. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇൻ്റർവ്യൂകളൊക്കെ. പക്ഷെ എനിക്ക് അതിൽ പല ഇൻ്റർവ്യൂകളും എനിക്ക് കൊടുത്ത ഇൻ്റർവ്യൂകളൊന്നും തന്നെ എനിക്ക് എന്നെ അത്രയധികം ഒന്നും എനിക്കൊരു ഉദാത്തമായിട്ടൊന്നും തോന്നിയിട്ടില്ല. വെറുതെ നമ്മൾ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കുക, അതിന് ഉത്തരം കൊടുക്കുക, അത് കുറച്ച് പേര് കാണുക, അതിനപ്പുറത്തിലേക്ക് അതൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റിങ് തോന്നാത്തതുകൊണ്ട് ഞാനത് റിസർവ്ഡ് ആയിട്ടൊന്നുമില്ല, വേണ്ടാന്ന് വെച്ചതാണ്. അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷേ ചില ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, പിന്നെ പത്രങ്ങളിലൊക്കെ ചില ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുക്കാൻ എന്തെങ്കിലും കണ്ടന്റ് വേണമെന്ന് എനിക്ക് ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ലേ. എൻ്റെ ഇൻ്റർവ്യൂ വരുമ്പോഴും ഞാനും കാണണ്ടേ അത്. അപ്പോൾ എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു വാല്യൂ തോന്നണ്ടേ. വാല്യൂ തോന്നാത്തത് കൊണ്ട് ഞാൻ കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേഴ്സണലായിട്ടുള്ള ഒതുങ്ങലോ ഒന്നുമല്ല. പിന്നെ എന്നെക്കുറിച്ച് തന്നെ ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, ഇതിപ്പോ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കാര്യം സ്വന്തം പബ്ലിസിറ്റി തന്നെ ഒരുപാട് ആളുകൾ ചെയ്താണ്. കാര്യം താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അതിന് ഡിസേർവ്ഡ് ആണ്. ഒരുപാട് ഇത്രയും വലിയൊരു ട്രാക്ക് റെക്കോർഡുള്ള കരിയറിൽ ഇത്രയും വലിയ ഹിറ്റുകളുള്ള അല്ലെങ്കിൽ ഇത്രയും ആളുകൾ അറിയുന്ന ഒരാളാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് താങ്കളുടെ പടം തന്നെ അയ്യോ അദ്ദേഹമാണ് ഈ പടം ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ പോകുന്നുണ്ട് അല്ലേ? അതെ, പടം കണ്ടാൽ പോരെ ആൾക്കാര്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് രഘുവിൻ്റെ ഒരു വീഡിയോ അയച്ചിരുന്നു. ഞങ്ങളൊരു കൗണ്ട് ഡൗൺ പോലെ 5 days to go എന്നൊക്കെ പറയും ചെയ്തു. അതിൽ ഒരെണ്ണം രഘുവാണ് ചെയ്തത്. അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഇയാൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു.
അതൊക്കെ അത് സിനിമയിൽ കണ്ടുകൊണ്ടാണ് കുറച്ചുകൂടി വിസിബിലിറ്റി വന്നത്. അതാണ്. എഴുത്തുകാരൻ എന്നുള്ള വിസിബിലിറ്റിയിൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, പേരറിയാം. എന്നോട് തന്നെ എൻ്റെ സിനിമ പറഞ്ഞുകൊണ്ട് ചില സമയങ്ങളിൽ ആൾക്കാർ സംസാരിക്കാറുണ്ട്. അപ്പോഴെന്നോട് പറയും ശ്രീനിവാസൻ്റെ പടമാണെന്നൊക്കെ പറയും. കറക്റ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടു അതെയോ ശ്രീനിവാസൻ്റെ ആണ് പടമെന്നൊക്കെ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴൊക്കെ ഒരിക്കലും അങ്ങനെ ചില ആൾക്കാരൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് കേട്ടിട്ട് എന്നെ വിളിച്ച് ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയും അവരോടല്ല അത് ശ്രീനിവാസൻ എഴുതിയ പടമെന്നൊക്കെ പറയും. എനിക്കതൊരു കൗതുകമാണ്. കാരണം അതൊരു രസമല്ലേ. ഞാൻ എഴുതിയതാണെങ്കിലും പടം ഇഷ്ടപ്പെട്ടിട്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാനൊരു എല്ലാ സംഗതിയും യൂണിവേഴ്സൽ ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത്. എനിക്കവിടെ എന്നെ പ്ലേസ് ചെയ്യേണ്ടത് എൻ്റെ വർക്കല്ലേ പ്ലേസ് ചെയ്യേണ്ടത്. എന്നെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ അറിയാൻ എൻ്റെ അമ്മയ്ക്കറിയാം, അച്ഛനറിയാം, ബാക്കിയുള്ളവർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഇല്ലേ? അത്രയും ഒരു ഇതിലാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പലരും സംസാരിച്ചിട്ടുണ്ട്, പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളും പേര് തെറ്റിയൊക്കെ പറയാറുണ്ട്. എൻ്റെ പേരിന് പകരം വേറെ ആളുടെ പേരൊക്കെ പറയാറുണ്ട്. എൻ്റെ കൂടെ ഇപ്പോഴും പണ്ട് പഠിച്ചിരുന്ന പല ഫ്രണ്ട്സിനും ഞാനാണതെന്ന് അറിയില്ല. ചില മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴാണ് അവർ സംസാരിക്കുമ്പോൾ അതാണ് അതിൻ്റെ കൗതുകം. അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളല്ലാണ്ട് സങ്കടപ്പെടാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ ആവശ്യം. എന്നെ അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും അനിയന്മാർക്കും ഒന്നും കൺഫ്യൂസ്ഡ് ആവില്ലല്ലോ, അത് മതി. വേറെ അറിയുന്ന ഫ്രണ്ട്സിനൊക്കെ അറിയില്ല. ഇവനൊരിക്കലും ഞാൻ എഴുതിയ പടം അല്ലാന്ന് പറയില്ലല്ലോ. ഇപ്പം എൻ്റെ ഒരു പടമായി കേട്ടിട്ട് ഒരിക്കലും അത് പറ്റുകൾ എഴുതുന്നത് അല്ല. എനിക്ക് ആ സിനിമയാണ്. എനിക്ക് അതേപോലെ ഇതും ദേവദൂതനാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ആ സിനിമ ഒരു ഫോർമാറ്റ് എൻ്റെ ഒന്നും അല്ല എനിക്കതിൻ്റെ ഫോർമാറ്റ്. കാരണം അതിനകത്ത് ഞാനുണ്ടല്ലോ, അത്രയും പോരെ. പിന്നെ വെറുതെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനൊന്നും എനിക്ക് പണ്ടേ താല്പര്യമില്ലാത്ത സംഗതിയാണ്. ഇതും ഇപ്പം ഞാൻ ഇത് ഇങ്ങനൊരു ആയതുകൊണ്ടും ഇത്തരം ഇപ്പം ഡിജിറ്റൽ മീഡിയയിലൊക്കെ എല്ലാം കടന്നുകൊണ്ടും ഇപ്പോൾ ഓൺലൈനും ഇതായതുകൊണ്ടും ഒക്കെയാണ് ഞാനിത് സമ്മതിക്കുന്നത്. എന്തായാലും ദേവദൂതൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയാണ്. അപ്പം എന്താണ് മനസ്സിലായത് ഈ ഒരു നിമിഷത്തെ? എങ്ങനെയാണ് രണ്ടുപേരും കാണുന്നത്? ഒരു ബ്ലെസ്ഡ് എന്നാണോ അല്ലെങ്കിൽ ഒരു ലക്ക് എന്നാണോ? എന്താണ് കാണുന്നത് രണ്ടുപേരും? ബ്ലെസ്. എന്തായാലും വളരെയധികം നന്ദി. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.